ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അമ്പലം പരിചയപ്പെടുത്താനാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്, അതായത് പൊന്മല ശിവക്ഷേത്രം. തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് കേട്ടോ ഈ ശിവക്ഷേത്രം ഉള്ളത്. കേച്ചേരിയിൽ നിന്ന് ആളൂർ റോഡിലേക്ക് തിരിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം ട്രാവൽ ചെയ്താൽ മതി. അത്രയും വേണ്ട, അങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണിത്. റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലത്തിൻ്റെ ബോർഡ് കാണാനായിട്ട് പറ്റും. പക്ഷേ അമ്പലത്തിൽ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ രണ്ട് സൈഡിലും വീടുകളും കാര്യങ്ങളൊക്കെയാണ്, അവരുടെ പറമ്പും എല്ലാമാണ്. അപ്പോൾ അതിനുള്ളിൽ കൂടെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ കുട്ടിപ്പട്ടാളം സദാ മുന്നേ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ വരെ പോയി വന്നാലോ. നമ്മൾ വീട്ടിലേക്ക് വരും പോവുകയൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് അമ്പലം കാണാറുണ്ട്. അതായത് ഫുൾ കാടൊക്കെ പിടിച്ച് കിടക്കുന്ന വഴികളൊക്കെയാണ്. അങ്ങനെ മുൻപെപ്പോഴോ പോയതാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക്, അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇവിടെ ചുറ്റുമുള്ള പരിസരത്തുള്ള ആൾക്കാരൊക്കെ സ്ഥിരം സന്ദർശകരായിട്ട് അല്ലെങ്കിൽ തൊഴാൻ വരുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഒരു കുറച്ച് കുന്നിൻ മുകളിലായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രത്യേകതയൊക്കെയുള്ള ഒരു ക്ഷേത്രം, പൊന്മല ശിവക്ഷേത്രം. കൂടൽമാണിക്യം ട്രസ്റ്റിൻ്റെ കീഴിലാണെന്നൊക്കെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തിപ്പെടുന്നത്. ശിവരാത്രി സമയത്തൊക്കെ നല്ല വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അല്ലാത്ത ദിവസം നടക്കുന്ന പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലനിന്ന് പോരുന്ന ഒരു മഹാദേവ ക്ഷേത്രം. അപ്പോൾ കുറച്ചധികം പടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കടന്നു ചെല്ലാനായിട്ട്. 2 എൻട്രൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ പോർഷൻ കൂടിയാണ് കേട്ടോ ഇപ്പോൾ കയറി പോകുന്നത്. പിന്നിലും ഇതുപോലെ കയറി വരാനായിട്ട് വേറൊരു വഴിയുണ്ട്. അത് ഇത്ര കയറ്റമൊന്നും ഇല്ലാത്ത വഴിയാണ്. അവിടെ ഫ്രണ്ടിൽ തന്നെ വഴിപാടും കാര്യങ്ങളുടെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ വലിയൊരു ആലുണ്ട്. ആ ആലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയുള്ള കാഴ്ച നല്ല ഭംഗിയാണ്. നമ്മൾ വന്ന വഴിയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ചെറിയ തൂർന്ന മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ വഴി. ആ വഴി എത്തുന്നത് ഈ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഗുരുവായൂരിൽ നിന്ന് നമുക്ക് അടുത്താണ് ഈ ക്ഷേത്രം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് കാണാൻ നല്ല ലുക്കില്ലേ. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്ന് പുറത്ത് നിന്നിട്ട് തൊഴുതേ ഉള്ളൂ കേട്ടോ. ഉള്ളിൽ തുറന്നിട്ടേ ഉള്ളൂ. ബാക്കി ദീപാരാധന വൈകുന്നേരത്താണ് നമ്മൾ എത്തിയത്. അപ്പോൾ ആ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ചു. ഈ പരിസരത്തായിട്ട് കുറേ ഇതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് പുഷ്പങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാല കെട്ടാനൊക്കെ ആയിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തുളസി, നങ്ങ്യാർവട്ടം, അതുപോലെ തന്നെ ശിവൻ്റെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന എരിക്കും പൂവ്, അങ്ങനെ വിശേഷപ്പെട്ട ചെടികളൊക്കെ ഈ പരിസരത്തൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലം അങ്ങനെ പ്രദക്ഷിണം വെച്ച് പോവുകയാണ്. ഇതാണ് കേട്ടോ എരിക്കും ചെടി. പലരും ചിലപ്പോൾ പറയുമ്പോൾ ഇരിക്കുക എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടായിരിക്കും. ചിലരൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ഇതൊക്കെ പരിചയമുള്ള ചെടികളാണ്. അങ്ങനെ നമ്മളിതാ പ്രദക്ഷിണം ചെയ്ത് മറുഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ മറ്റേ എൻട്രൻസ്. ഇത് അത്ര കയറ്റമൊന്നും ഇല്ലാത്തൊരു വഴിയാണ്, കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലൊരു ആലുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, ഒരു വിശാലമായിട്ടുള്ള ഗ്രൗണ്ടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മറുഭാഗത്തൊരു ചെറിയൊരു കുന്നു പോലെയാണ്. അവിടെ ആ ഗ്രൗണ്ടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് അമ്പലത്തിന് ചുറ്റുമായിട്ട്. കുറച്ച് മുകളിലാണ് കയറിയിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്നും. ഇനി ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു കുളമുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഭഗവതിയുടെ ഒരു സ്ഥാനമുണ്ട്, ദേവീസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറയുടെ മുകളിലാണ് കേട്ടോ ദേവീസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും ഭക്തർ വന്നിട്ട് തൊഴാറൊക്കെ ഉണ്ട്. ഇതിനടുത്തായിട്ട് തന്നെ ഒരു തീർത്ഥക്കുളമുണ്ട്. അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. നമ്മൾ പറയില്ലേ, കല്ലിൻ്റെ മുകളിൽ പാറയുടെ അടുത്താണ് ആ ഒരു കുളം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഇപ്പോൾ അത് അത്ര വൃത്തിയില്ലാതൊക്കെ കിടക്കുകയാണ്. ഇതും ചെന്ന് എത്തുന്നത് അറബിക്കടലിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ചെറിയൊരു ഉൾവഴിയുണ്ട്, ആ വഴിക്കാണ് ആ വെള്ളം പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഭഗവാനെ ഒന്ന് തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. തിരിച്ച് കാറിൽ കഴിയുമ്പോൾ നമ്മുടെ കൂടെ കയറിയതാണ് കേട്ടോ ഈ പച്ചക്കുട്ടുള്ളൻ. അപ്പോൾ അതിനെയും കൂട്ടിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.